തൃശ്ശൂര് നടുവിലാല് വഴിക്ക് ഞാനങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ അത്ര തിരക്കൊന്നും കണ്ടില്ല. ഇതെല്ലാവരും ഒരു ഭയപ്പാടിലാണല്ലോ. ഞാനങ്ങനെ സഞ്ചരിച്ച് നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഫോണാണെങ്കിൽ ഒരു സ്റ്റാൻഡും അങ്ങനെ സെറ്റ് ചെയ്തു. നമുക്ക് ഡ്രൈവ് ചെയ്യണോണ്ട് വിരോധമില്ല. നടുവിലാലിൻ്റെ അവിടെ വന്ന് കയറി. അവിടെ എല്ലാവരും നല്ല ബസ്സുകാരെയൊക്കെ നിർത്തി പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ടാണ് അവർ വണ്ടി എടുക്കാറ്. സാധാരണ ഇങ്ങനെ റൗണ്ടിലൊക്കെ പൊതുവെ വെള്ളം കയറി കാരണം വണ്ടികളൊക്കെ വളരെ കുറവുണ്ട് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം അങ്ങനെ വണ്ടികളൊന്നും അങ്ങനെ കൂടുതലായിട്ട് കണ്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പത്രം. അങ്ങനെ നമ്മൾ ഇങ്ങനെയുണ്ട് തിരക്കം നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അങ്ങനെ യാത്ര വീണ്ടും അവിടെ എത്തിയപ്പോൾ പൂക്കടയും അവിടെയൊക്കെ കണ്ടു. ഇവിടെ ജോസിൻ്റെ വഴിക്കാണ് കടന്നു. അവന് പാറമ്മക്കാവ് വഴി ആ വഴി കൂടെയാണ് കടന്ന് വീണ്ടും മുനിസിപ്പലിൻ്റെ അവിടെ എത്തി. അവിടെയും പറഞ്ഞ പോലെയാണ്, വേറെ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും അവിടെ കണ്ടില്ല. നമ്മളൊക്കെ ബസ് കയറി നിൽക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഒരാശങ്ക വിട്ടു മാറിയിട്ടില്ല. പക്ഷെ എന്നാലും പോലീസും മറ്റുള്ളവരൊക്കെ സർവ സൈന്യാധിപരോട് കൂടെ പോലെ എല്ലായിടത്തും അവരെ കണ്ടു. കാരണം അവരും നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ്. എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളും സ്വീകരിച്ച് നല്ല നിർദ്ദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. വീണ്ടും ഞങ്ങളങ്ങനെ ശക്തൻ മാർക്കറ്റ് വഴിക്കൊന്ന് ഇറങ്ങാം, അവിടെ എന്താ പരിപാടി നിന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചാൽ ശക്തനിലേക്ക് ഇങ്ങനെ പതുക്കാൻ ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയ സമയത്ത് അവിടെയും വേറെ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പം എന്നോട് പലരും പറഞ്ഞ പോലെ നീ പറയണമെന്നൊക്കെ ലാഗ് ചെയ്തിട്ട് പറയുമ്പോൾ സ്പീഡിൽ പറയണം അങ്ങനെ കടുക് പൊട്ടണ പോലെ അങ്ങനെ പൊട്ടപ്പൊട്ടായെന്ന് പൊട്ടിയിട്ട് പറയണമെന്ന് പറഞ്ഞു. എല്ലാം കൂട്ടിയിട്ട് നടക്കില്ല എന്ന് പറഞ്ഞ പോലെ പറ്റണ സമയത്ത് നമ്മൾ പറ്റണ പോലെ പറയാം. നമ്മുടെ മുകളിലത്തെ ആ ഒരു പാലം അപ്പോൾ AC ആക്കണ്ടെന്നൊക്കെ പറയണത് അങ്ങനെ കണ്ടു. അവന് വീണ്ടും രാജാവിനെ കാണാനില്ല. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടു കേട്ടോ. അവിടെ ഇപ്പം നമ്മുടെ FM കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇല്ലേ? നല്ലൊരു ബസ് സ്റ്റോപ്പായിട്ട് തോന്നിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരും ഇതന്നെ പറയണം. അങ്ങനെ നമ്മൾ ശക്തനിലേക്ക് കടന്നു. ബൈബിളിലൊക്കെ പറഞ്ഞ പോലെ ഭയപ്പെടണ്ടെന്ന് തന്നെ എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അവിടെ കാണുന്നതെല്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടില്ലേ, അതെന്നെ വളരെയധികം ആകർഷിച്ചു കേട്ടോ. കത്തിക്കരുത് എന്നുള്ളൊരു തന്നെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അങ്ങനെ മീമിൻ്റെ അവിടെ പോയി ബ്രാല് കണ്ടു. അങ്ങനെ അടിപൊളി. അവിടുത്തെ ഒരു ചേട്ടൻ ബ്രാലൊക്കെ കാണിച്ചു തന്നു. ചേട്ടനെ കാണാട്ടാ ഒരു സംഭവമാണ്. ആള് ജാതി കടീന് ആള് ചിരിച്ചു. മറ്റേ അങ്ങനെയൊക്കെ കരുണാകരനെ പോലെ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോന്ന. അപ്പോൾ